ഹലോ എവരിവൺ. ഈ വീഡിയോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇത് ഒരു പൈറിഫോമിസ് സിൻഡ്രോം എന്ന് പറയുന്നതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. പക്ഷേ അതിന്റെ സിംറ്റംസ് നടുവിന്റെ ഡിസ്കിന്റെ പ്രയാസം പോലെ, അതായത് നടുവിന്റെ വേദന അല്ലെങ്കിൽ ബട്ടക്സിന്റെ വേദന തൊടയുടെ പുറകിലൂടെ കാലിലേക്ക് ഇറങ്ങുന്ന പോലെ ആയിരിക്കും. അപ്പൊ യൂഷ്വലി നമ്മൾ ഇത് ഐഡന്റിഫൈ ആയിട്ടുള്ളത് ഇത് ഡിസ്കിന്റെ ആണോ അത് പൈറിഫോമിസ്. അപ്പൊ ഇത് യൂഷ്വലി ഉണ്ടാവുന്നത് ഡയറക്റ്റ് എന്തെങ്കിലും നമ്മുടെ ബട്ടക്സിലേക്ക് എന്തെങ്കിലും ഡയറക്റ്റ് ട്രോമ ഉണ്ടാവുമ്പോഴോ അല്ലെങ്കിൽ കൂടുതലായിട്ട് സ്ട്രെച്ചിങ് ആവുമ്പോഴാണ്. അപ്പോൾ ഇത് ക്ലിനിക്കൽ എക്സാമിനേഷനിലൂടെ നമുക്ക് ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യൂഷ്വലി പൈറിഫോമിസ് സിൻഡ്രോം, അതായത് പൈറിഫോമിസ് എന്ന് പറഞ്ഞ ഒരു മസിലാണ്, ആ മസിലിന്റെ കംപ്രഷൻ കാരണമാണ് ഷിയാറ്റിക്ക ഉണ്ടാകുന്നത്. നമുക്ക് ജസ്റ്റ് സ്ട്രെച്ചിങ്ങിലൂടെയും അതുപോലെ മസിൽ റിലാക്സന്റുകളിലൂടെയും ഫിസിയോതെറാപ്പിയിലൂടെയും മാറ്റിയെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാ നടുവിന്റെ വേദനയും തൊടയുടെ പുറകിലൂടെ ഇറങ്ങുകയാണെങ്കിൽ പോലും അത് ഡിസ്ക് ആവണമെന്നില്ല, ഇതുപോലുള്ള ഷിയാറ്റിക് കംപ്രഷൻസും ആയിരിക്കാം.